കോഴിക്കോട് കോടഞ്ചേരിയിൽ നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിൽ താരമായിരിക്കുകയാണ് കുഞ്ഞ് റയാൻ. കയാക്കിങ്ങിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ചാണ് 9 വയസ്സുകാരൻ റയാൻ വർഗീസ് കാണികളുടെ കയ്യടി നേടിയത്. കോടഞ്ചേരി പുലിക്കയത്ത് നടക്കുന്ന കയാക്കിംഗ് മത്സരത്തിന്റെ 3-ാം ദിവസമാണ് റയാൻ ഓളപ്പരപ്പിലെ താരമായത്. കുത്തൊഴുക്കുള്ള വെള്ളത്തിൽ മുതിർന്നവർക്കൊപ്പമുള്ള റയാന്റെ പ്രകടനം എല്ലാവരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. എറണാകുളം കിഴക്കമ്പലം താമരച്ചാൽ അറക്കാംപറമ്പിൽ ജോർജ് ഫിലിക്സ് പ്രിയ ദമ്പതികളുടെ 2 മക്കളിൽ ഇളയ മകനാണ്. താമരച്ചാൽ സെന്റ് മേരീസ് സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റയാൻ. മത്സരത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും കുഞ്ഞ് റയാന് പറയാനുള്ളത് വലിയ കാര്യങ്ങളാണ്. വലിയവരാണെങ്കിലും കുഞ്ഞു പിള്ളേരാണെങ്കിലും പേടിയുണ്ടാവും. എന്താന്ന് വെച്ചാൽ ഇതങ്ങനെ പഠിക്കാണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. എന്റെ കോച്ച് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡില് ഋഷീഷിലുള്ള അമിത് താപ്പ എന്ന് പറയുന്ന ഒരാളാണ്. ആൾ അവിടെ ഇന്ത്യയിലെ നല്ല ബെസ്റ്റ് കയാക്കറാണ്. അപ്പോ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ മലബാർ റിവർ ഫെസ്റ്റിന് റാമ്പ് ചാടണോന്നൊക്കെ. അപ്പൊ എനിക്ക് അത് കൊണ്ടുവന്ന് തന്നു. ഞാൻ അതിലോട്ടൊക്കെ പോയി. ഈ വെള്ളത്തില് നല്ല വലിയ കോമ്പറ്റീഷനൊക്കെ പോയി മെഡൽ വാങ്ങിക്കണമെന്നുണ്ട്. റയാന്റെ പിതാവ് ഋഷികേശിൽ കൊണ്ടുപോയാണ് റയാനെ കയാക്കിംഗ് പഠിപ്പിച്ചത്. പിതാവ് തന്നെയാണ് പ്രോത്സാഹനവുമായി എന്നും കൂടെയുള്ളതും. മത്സരം കഴിയുന്നതുവരെ ആദ്യമായിരുന്നുവെന്നും റെസ്ക്യൂ ടീമിന്റെ വലിയ പിന്തുണയാണ് ലഭിച്ചതെന്നും ജോർജ് ഫിലിക്സ് പറഞ്ഞു. അപ്പോൾ അതൊരു ചലഞ്ചായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഗോ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് വിറക്കുമായിരുന്നു. കാരണം ഈ താഴത്തോട്ട് വരുന്ന പോർഷൻസിൽ പാറകളുടെ ഇടയിൽ കൂടെ പോകുന്നതിൽ ഇവൻ ഇപ്പോഴും എക്സ്പേർട്ട് ആയിട്ടുള്ള. ഇനിയും കുറെ ട്രെയിനിങ്സ് പോകാനുണ്ട്. അതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വർഷവും അതിന്റെ അടുത്ത വർഷമൊക്കെ ആയിട്ട് കുറെ ഇംപ്രൂവ് ചെയ്യാനുണ്ട് ഇവൻ. ഇന്ത്യയിലെ തന്നെ മികച്ച കയാക്കർമാരിൽ ഒരാളും കഴിഞ്ഞ തവണത്തെ മലബാർ റിവർ ഫെസ്റ്റിവലിലെ റാപ്പിഡ് രാജ കിരീട ജേതാവുമായ അമിത് താപ്പ എന്ന ഗപ്പു ആണ് റയാന്റെ കോച്ച്. കയാക്കിങ്ങിൽ മെഡലുകൾ സ്വന്തമാക്കി വലിയ താരമാകാൻ തന്നെയാണ് കുഞ്ഞു റയാന്റെ ആഗ്രഹം. ജനം, കോഴിക്കോട്.